അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിൽ 250 ml കപ്പിന് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുക. അപ്പോൾ പച്ചരി എന്ന് പറയുമ്പോൾ സാധാരണ അപ്പം ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന സാധാരണ പച്ചരി. അപ്പോൾ സാധാരണ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് കൈമ റൈസ് എടുക്കാം, ബസ്മതി റൈസ് എടുക്കാം, അതുപോലെ മട്ട അരി എടുക്കാം, ജയരി എടുക്കാം, ഏത് അരി വേണമെങ്കിലും നമുക്ക്. ഇനി അരി 4-5 വെള്ളം ഒന്ന് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. സാധാരണ പച്ചവെള്ളത്തിൽ തന്നെയാണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്, ചൂടുവെള്ളത്തിലൊന്നും അല്ല. അപ്പോൾ ഈ അരി കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരിട്ട് പുട്ടുക്കുറ്റിയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ നനവോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത അരി പുട്ടുക്കുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഒരു പുട്ടുക്കുറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചില്ലിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് പുട്ടുക്കുറ്റിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. പുട്ടുകുറ്റി ഫുള്ളായിട്ട് അരി നിറച്ചിട്ടുണ്ട്. ആ നനവോട് കൂടി തന്നെ പുട്ടുകുറ്റി ഫുള്ളായിട്ട് അരി നിറച്ചു കൊടുക്കുക. ഞാൻ എടുത്ത ഈ പുട്ടുകുറ്റിയുടെ അളവിന് കറക്റ്റ് പാകത്തിനുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ 2 കപ്പ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ അരി ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. ഒരു കുക്കറിൽ ഞാൻ ഒരു 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ, നല്ലോണം ഇതിൽ നിന്നും ആവി വരണം. ഇപ്പൊ കുക്കറിനുള്ളിലെ വെള്ളമൊക്കെ തിളച്ച് നന്നായിട്ട് ആവി വരുന്നുണ്ട്. നന്നായിട്ട് ആവി വരണം. ആവി വന്നതിന് ശേഷം നമുക്ക് ഈ പുട്ടുകുറ്റി ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കുക്കറിലാണ് ഇത് ആവിയേറ്റി എടുക്കുന്നത്. പുട്ടുകൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം തിളപ്പിച്ച് അതിൽ ആവിയേറ്റി എടുത്താലും മതി. നന്നായിട്ടൊന്ന് ആവി വരട്ടെ. ഒരുപാട് സമയമൊന്നും വേണ്ട, നല്ലോണം ആവി കയറണം. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ ആ പുട്ടുകുറ്റിയിൽ നിന്നും നല്ലോണം ആവി വന്നിട്ടുണ്ട്. നമ്മൾ അടച്ചു കൊടുത്ത ഹോളിൽ കൂടെ നല്ലോണം ആവി വരുന്നുണ്ട്. ഒരു 1.5 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കരുത്. അപ്പോൾ 1 മിനിറ്റ് മുതൽ 1.5 മിനിറ്റ് വരെ ഹോളിൽ കൂടെ ആവി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണം. ഉടനെ തന്നെ നമുക്ക് കുക്കറിൽ നിന്ന് പുട്ടുകുറ്റി എടുക്കാം. ഉടനെ തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ആ പുട്ടുകുറ്റിയിൽ നിന്ന് നമ്മൾ അരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്നുകിൽ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ പുട്ടുകുറ്റി തള്ളുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, കോല്, അപ്പൊ അത് വെച്ചിട്ട് ഒന്ന് തള്ളിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് കുറ്റിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ അരി നമുക്ക് എടുക്കാൻ പറ്റും. പുട്ടുകുറ്റിയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ടാണ് നമ്മൾ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല ചൂടാണ്. കൈ വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ പൊടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് പൊടിക്കുക. അതിന്റെ ചൂട് നന്നായിട്ടൊന്ന് മാറട്ടെ. അപ്പൊ നമ്മൾ ആവിയേറ്റി എടുത്ത അരിയുടെ ചൂട് മാറുന്ന സമയം കൊണ്ട് ചൂടായി കിടക്കുന്ന ഒരു കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം സ്പൈസസ് ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം, പെരിഞ്ജീരകമാണ് ചതച്ചാണ് എടുത്തിട്ടുള്ളത്. ഇടിയിൽ വെച്ചിട്ട് ചതച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മുഴുവൻ എടുത്താലും മതി. ഒരു ചെറിയ ബേ ലീഫ് 2-3 കഷ്ണങ്ങളായിട്ട് മുറിച്ചതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കുക. ഈ സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്ത് നല്ലൊരു മണം വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ സ്പൈസസ് ഒക്കെ മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ സ്പൈസസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗരം മസാല ഉണ്ടല്ലോ, അത് ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതി. സ്പൈസസ് ഒക്കെ മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് ഇതിലേക്ക് 5 വെളുത്തുള്ളി അരി ചതച്ചത് ചേർത്ത് കൊടുക്കാം. വലിയ വെളുത്തുള്ളി അല്ലികളാണ്, ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 10 എടുക്കുക. 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി ചതച്ചിട്ടെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. അധികം എരിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുള്ളത്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതി. പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. സവാള എല്ലാം ജസ്റ്റ് ഒന്ന് വാടി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇനി സവാള പെട്ടെന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റിൽ നമുക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതി.
അപ്പോൾ സവാളയൊക്കെ ഇതാ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിന് അനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ കുരുമുളക് പൊടി ചേർക്കുന്നില്ല. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് പൊടിയുടെ പച്ചമണം ഒന്ന് മാറി കിട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുതിർത്തെടുത്ത കടലയാണ്. ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള കടല 150 ml കപ്പിന് 1 കപ്പ് കടല നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു വെച്ച് 6-7 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. കഴുകിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ കേട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 വിസിലും കൂടെ കേൾപ്പിച്ചെടുക്കാം. അപ്പോൾ കടല നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ വിസിൽ കേട്ടതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇതിന്റെ ആവി മുഴുവൻ എന്താ മാറിയിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇനി കടലയെല്ലാം ഒന്ന് വെന്തിട്ടുണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ചൂട് മാറിയിട്ട് ഒന്ന് പിടിച്ച് നോക്കുക. ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1 വിസിലും കൂടെ കേൾപ്പിക്കാം. വീണ്ടും ഫ്ലെയിം ഓണാക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ ആ സ്പൈസസ് ആദ്യമേ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറവായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഞരടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ മല്ലിയില ഒഴിവാക്കാം. ജസ്റ്റ് ഒന്ന് കുറുകി വരട്ടെ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇതുപോലെ ഒന്ന് കുറുകി കിട്ടണം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇതിൽ പഞ്ചസാര ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കുറുകിയ 1-ാം പാലാണ്, 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. തിളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അടിപൊളി ടേസ്റ്റുള്ള കടലക്കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കടുക് താളിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കടുക് താളിച്ച് ഇടുന്നില്ല. ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. ഇനി കുക്കർ മൂടി വെച്ച് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പം നമ്മൾ പുട്ടുകുറ്റിയിൽ അരി ആവിയേറ്റി എടുത്തത് ചൂട് മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ചെറിയൊരു ചൂടേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് കുറച്ചായിട്ട് അരി ഇട്ട് കൊടുത്ത് നമുക്ക് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിന്റെ 1/4 ഭാഗത്തോളം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് അങ്ങ് ഇടരുത്. 2 ബാച്ചായിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. തരിതരിയായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പുട്ടുപൊടി വാങ്ങാൻ കിട്ടില്ലേ, അപ്പോൾ അതുപോലെ ജസ്റ്റ് തരിതരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് പൊടിച്ചിട്ടെടുക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പുട്ടുപൊടിയില്ലേ, ആ ഒരു രീതിക്ക് ചെറിയ തരികളോട് കൂടി ഇതുപോലെ പൊടിച്ചിട്ടെടുക്കുക. ഒരുപാട് പൗഡർ പരുവത്തിന് പൊടിച്ചെടുക്കരുത്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ബാക്കിയിരിക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. രണ്ടാമത്തെ ബാച്ചും ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്യാം. മാവിന്റെ എല്ലാ ഭാഗത്തും ഉപ്പ് എത്തണം. അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് മാവിന്റെ എല്ലാ ഭാഗത്തും എത്തണം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് നനച്ചെടുക്കാം.
സാധാരണ പുട്ടുപൊടി കുഴയ്ക്കുന്ന പോലെ ഒരുപാട് വെള്ളം ഒഴിച്ച് നനയ്ക്കരുത്. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നനച്ചിട്ടെടുക്കാം. ഞാൻ ലാസ്റ്റിൽ പറയാം എത്ര വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെന്ന്. എനിക്കിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാവ് നനച്ചെടുക്കുക. ഒരുമിച്ച് ഒഴിക്കരുത്. ഇപ്പോൾ കറക്റ്റ് പാകത്തിന് ഇതാക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ മുറുക്കി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കണം. നമ്മൾ ഇതുപോലെ പൊടിച്ചിടുന്ന സമയത്ത് ഇതുപോലെ പൊടിഞ്ഞു വരികയും വേണം. ഈ ഒരു പരുവാണ് കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ മാവ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ജസ്റ്റ് ഒന്നെല്ലാം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മാവെല്ലാം നല്ലോണം നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് മാവ് നിറച്ചു കൊടുക്കാം. പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നനച്ചു വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പുട്ടുപൊടിയിൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചേർത്തിട്ട് നനച്ചെടുക്കാം. വീണ്ടും കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. വീണ്ടും മാവ് നിറച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യാം. വീണ്ടും കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും മാവിട്ട് കൊടുക്കാം. ലാസ്റ്റിൽ കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കാം. പുട്ടുകുറ്റി നമുക്കിതുപോലെ അടച്ചു കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ അരി ആവിയേറ്റാൻ എടുത്ത വെള്ളം തന്നെയാണ് കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ലതുപോലെ തിളച്ച് ആവി വന്നതിന് ശേഷം പുട്ടുകുറ്റി വെച്ച് കൊടുക്കാം. നല്ലോണം ഒന്ന് ആവി കയറട്ടെ. അപ്പം നന്നായിട്ട് ഒന്ന് ആവി വന്നതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടെ വെച്ചേക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് പുട്ട് ആവിയേറ്റി എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടെ വെച്ചെടുത്തതിന് ശേഷം നമുക്ക് കുക്കറിൽ നിന്ന് പുട്ടുകുറ്റി എടുത്ത് മാറ്റാം. അപ്പോൾ നല്ല സൂപ്പറായിട്ട് പൊടിഞ്ഞൊന്നും പോകാതെ കറക്റ്റായിട്ട് അതൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. രണ്ടാമത്തെ പുട്ടും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ 2 കുറ്റി പുട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ പുട്ടുപൊടി ഉപയോഗിച്ചല്ലേ നമ്മൾ പുട്ടുണ്ടാക്കാറ്. ഇനി പുട്ടുപൊടിയുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പുട്ടുകുറ്റിയിൽ അരി ആവി കയറ്റിയെടുത്ത് ഇതുപോലെ ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടാൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പുട്ടുപൊടി ഇതുപോലെ ആയിരിക്കും ചെയ്യുന്നത്. പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്തിട്ടായിരിക്കും അവർ റെഡിയാക്കി എടുക്കുന്നത്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള പെട്ടെന്ന് തന്നെ കുക്കറിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കടലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ കണ്ട നല്ല കുറുകി അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. പുട്ടുകുറ്റിയിൽ അരി ആവി കയറ്റി ഇതുപോലെ പുട്ട് തയ്യാറാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബാച്ച് പുട്ട് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് മാവ് ഡ്രൈ ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തളിച്ച് ഒന്ന് നനച്ചിട്ട് വേണം പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാൻ. നല്ല സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പുട്ടുപൊടിയേക്കാളും നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ എന്തായാലും പുട്ടുകുറ്റിയിൽ ആവി കയറ്റി ഇതുപോലെ പുട്ട് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്